ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ. എൻ്റെ പേര് സ്മയ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഞാനൊരു മുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മയുടെ മൂത്തമോളാണ്. ചിഞ്ചു എന്നാണ് പേര്. വീട്ടിൽ വിളിക്കുക ചിഞ്ചു എന്നാണ്. ഒറിജിനൽ പേര് അമൃത എന്നാണ്. ചിഞ്ചു എന്നാണ് വായിൽ വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ചിഞ്ചേച്ചി നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഖത്തറിലായിരുന്നു. 1 വർഷം ആയി പോയിട്ട്. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം. ഞാൻ ഹോൾ വീഡിയോ ഇടുമ്പോഴൊക്കെ കുറേയൊക്കെ ഞാൻ ഭയങ്കര കുറവാണ് ഹോൾ വീഡിയോസ് ഇടല്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി കുറേ പേര് കമൻറ്റിൽ കാണാറുണ്ട്. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫാൻ ഇടാത്തതുകൊണ്ട് ഇങ്ങനെ ഒഴുകി ഒലിക്കുകയാണ് ചൂടെടുത്തിട്ട്. ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഫാൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സൗണ്ട് കുറവാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഉണ്ണികൾക്കും എനിക്കുമായിട്ട് ഇങ്ങനെ കുറേ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് കൂടുന്ന സംഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഉണ്ണികൾക്ക് കൂടുന്ന ഇതിലല്ല കാണിക്കുന്നത്. കാരണം ഉണ്ണികൾക്ക് കൂടുന്നത് അവരെ ചാനലിൽ അവർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് നോക്കും, ഇടയ്ക്ക് ഞാൻ അങ്ങനെ നോക്കും ഗൈസ്. ഇതാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. സ്ക്രീനിലേക്കാണ്, എന്നെ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് നോക്കാവുന്ന ക്യാമറയ്ക്ക് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണു മാറാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലോഡ് ഹെയർ ബാൻഡ്. ഞങ്ങൾ താഴത്തേക്ക് കുണിയുമ്പോൾ അപ്പോൾ സ്ക്രീന് ഡാർക്ക് ആവുന്നുണ്ട് കേട്ടോ. രാത്രി എടുക്കുന്നുണ്ടാണ്. അപ്പോൾ ഒരു ലോഡ് ഹെയർ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ് ചേച്ചി. ഇതാ അതിലത്തെ ഒരെണ്ണമാണ് ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടുള്ളത്. പല ഷേപ്പിൽ. ഫസ്റ്റ് നോർമൽ നമ്മുടെ റൗണ്ട്, പിന്നെ തലയിൽ ഇങ്ങനെ ഗുരു അങ്ങനത്തെ സാധനങ്ങളുള്ളതാണ്. പിന്നെ ഒരു പ്ലെയിൻ ഇതുപോലത്തെ. ഇത് എനിക്ക് മാത്രമല്ല ഉണ്ണികൾക്കും കൂടി ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ 3 പേര് ഷെയർ ഇട്ടിട്ട് എടുക്കും. ഞങ്ങളങ്ങനെ ഹെയർ ബാൻഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ ഒന്ന് ഫോക്കസ് ആയിക്കൂടെ. എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാണ്ടല്ല കേട്ടോ. പക്ഷെ എല്ലാ ഹെയർ ബാൻഡ് ചിലപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഭംഗി ഉണ്ടാവില്ല. ഹെയർ ബാൻഡ് വെച്ചാൽ തന്നെ ഇതുപോലെ ഇവിടെ നിന്നൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ വെക്കുള്ളൂ. അല്ലാതെ വെച്ചേക്ക് ഭംഗി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും ഗൈസ്. പിന്നെ ഇതുപോലത്തെ ഒരു റൗണ്ട് വീണ്ടും ഉണ്ട്. ക്രീം കളറൊക്കെ നല്ല മാറ്റ് ഫിനിഷ് ആട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും വേറെ ഒരെണ്ണം. ഡാർക്ക് ആവുക ലൈറ്റ് ആവുക അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ്. ഇത് പിന്നെന്താ, പിന്നെ ഇങ്ങനെ ഉണ്ട്. നല്ലൊരു ക്യൂട്ട് ഉണ്ട് കാണാൻ. കണ്ടോ, നമ്മൾ മുടിയൊക്കെ മെടഞ്ഞിട്ട പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു ഗൈസ്. നമ്മളുടെ ഹെയർ ബാൻഡ്സ് കഴിഞ്ഞു. ഇനി അത് മറ്റേ കാണിക്കാം. പിന്നെ ഒരു ബോഡി മിസ്റ്റ് ഉണ്ട്. ആസ് ഓൾവേസ് ആര് ദുബായിൽ നിന്ന് വരികയാണെങ്കിൽ, ദുബായിൽ നിന്ന് ഖത്തറിൽ നിന്ന് എവിടെ നിന്ന് വരികയാണെങ്കിൽ ആദ്യം ഞാൻ പറയാം സ്പ്രേ കൊണ്ടുവരാനാണ്. എനിക്ക് സ്പ്രേ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അഡിക്ഷനാണ് ഗൈസ്. എനിക്കറിയില്ല, സ്കൂളിൽ പോകുന്ന വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്പ്രേ ഇങ്ങനെ വാരിപ്പൊത്തുന്നത്. എനിക്ക് സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അങ്ങനെ മണം നോക്കി ബ്രാൻഡ് നോക്കിയിട്ടൊന്നല്ല എടുക്കുക. ബ്രാൻഡ് നോക്കിയിട്ടല്ല എടുക്കുക, മണം നോക്കിയിട്ടാണ് ഞാൻ എടുക്കുക. സോ ഇത് എന്താ ലിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ്. ഇത് ഭയങ്കര ഒരു എന്തിൻ്റെ സ്മെല്ലാ ഞാൻ പറഞ്ഞുതരാം. ഇതില്ലേ നമ്മുടെ ഗമ്മില്ലേ, ചുയിങ് ഗം, അതിലത്തെ ഒരു പർപ്പിൾ ചുയിങ് ഗം ഉണ്ട്. അതിൻ്റെ സെയിം സ്മെല്ലാണ്. ഡാസ്ലിംഗ് ലവ് എന്ന് പറഞ്ഞിട്ട് ബോഡി മിസ്റ്റ്. ഇതിൻ്റെ ഫ്ലേവറിൻ്റെ പേരാണോ ഇത്? അല്ലല്ല, ഇത് ബ്രാൻഡിൻ്റെ പേരാണ്. അപ്പം ഇതാണ് ഗൈസ് ഒരു സ്പ്രേ. ആൻഡ് ഇതിൻ്റെ ഫോക്കസ് ആയപ്പോൾ ഒന്നും വരാൻ പോകുന്നില്ല ക്യാമറ. നല്ല ചന്തള്ള കുപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ 4 കളർ സ്പ്രേ എന്തുകൊണ്ടാണ് ടോട്ടൽ. ഒരെണ്ണം നുസു എടുത്തു, ഒരെണ്ണം നെറിസ്, ഒരെണ്ണം നീല, ഒരെണ്ണം ഞാൻ കേട്ടോ. അപ്പോൾ ഇത് എനിക്കുള്ളതായിരുന്നു. അത് ഞങ്ങൾ ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ബണ്ണും സ്ക്രഞ്ചിയൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ഒറ്റൊരു സ്ക്രഞ്ചിയാണ് എടുത്തത്. പിന്നെ ഈ ഒരു വൈറ്റ് ബണ്ണ്. സത്യം പറഞ്ഞാൽ ഈ വൈറ്റ് ബണ്ണ് ഞാൻ ആഗ്രഹിച്ചെടുത്തതെന്നല്ല, എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഞാൻ അവസാനമാണ് വൈറ്റ് ബണ്ണ് ശ്രദ്ധിച്ചത്. ഞാൻ അവിടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബണ്ണ് പെട്ടെന്ന് കൂടെ നട്ടപ്പോൾ എല്ലാവരും കൂടെ നല്ല കളറൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് വെള്ളയാണ് കിട്ടിയത്. പക്ഷേ സാരമില്ല ഗൈസ്, ഞാൻ ഇങ്ങനെ ഇട്ടിട്ടെങ്കിലും നടന്നോളാം. തലയിലിട്ട ഭംഗി ഉണ്ടാവില്ല. പിന്നെ സ്ക്രഞ്ചി,
എനിക്ക് ഭയങ്കര ഇഷ്ടം സ്ക്രഞ്ചി. സ്ക്രഞ്ചീസാണ് ഞാൻ ഉപയോഗിക്കാറ് മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അതും സാറ്റിൻ്റെ സ്ക്രഞ്ചി ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുടിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ്റെ സ്ക്രഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെല്ലായിടത്തും കിട്ടും, പക്ഷെ ഞാൻ വളരെ കുറവാണ് വാങ്ങാറ്. അപ്പോൾ സ്ക്രഞ്ചി കിട്ടി, സന്തോഷമായി. സ്ക്രഞ്ചി എനിക്ക് ഏത് വർണ്ണത്തിലുള്ളതാണെങ്കിൽ നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് കുറേ ഹെയർ ബണ്ണ് കൊടുത്തിട്ടുണ്ട്. ഗേൾസിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനത്തിലൊന്നാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഹെയർ ബണ്ണിനൊക്കെ കയ്യും കാലും ഉണ്ടോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ കാണില്ല. എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടൊരു കുന്ന് ബണ്ണ് വാങ്ങിയാലും ചിലപ്പോൾ ഒരു ആഴ്ചത്തേക്കുള്ളിൽ തീർന്നു പോകും. എന്താ സംഭവം, അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ഗൈസ്. എല്ലാവരും ഇത് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ തലയിൽ ഊത്തുന്ന ടിം സ്ലേഡൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഇങ്ങനെ കുറേ ബണ്ണുകളുണ്ട്. നോർമൽ ബണ്ണുകളാണ്. അത് കുറച്ച് കളറുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിന്തിച്ച് തായ്ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ കുറച്ച് ബ്രേസ്ലെറ്റ് വാങ്ങിയതായിരുന്നു. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇത് 3 ബ്രേസ്ലെറ്റ് അന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് തായ്ലാൻഡ് പോയപ്പോൾ കിട്ടി. ഇങ്ങനെ വാങ്ങാൻ ഉണ്ട്. അവിടെ നോർമലി എല്ലാവരും ഇങ്ങനത്തെ ബ്രേസ്ലെറ്റുകളുണ്ട്. അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഗൈസ്. ആനക്കുട്ടി ഉണ്ട് ഇവിടെയും. ഇവർ ആനയുടെ വല്ല എന്തെങ്കിലും ആണോ, ആന റിലേറ്റഡ് എന്തെങ്കിലും ആണോ? തായ്ലാൻഡിലത്തെ ആൾക്കാർ എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിലും ആന കാണാം. ഇതിൽ ഇതാണ് ലവ് യു വിത്ത് മൈ ഹോൾ ലൈഫ്, മെയ്ഡ് വിത്ത് ലവ്. ഇത് ലവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മെയ്ഡ് വിത്ത് ലവ് വെറുതെ പറഞ്ഞതാ. അല്ല, അതിൻ്റെ മീനിങ് വെച്ച് പറയുകയാണെങ്കിൽ മെയ്ഡ് വിത്ത് ലവ്. സോ മെയ്ഡ് വിത്ത് ലവ് ഉണ്ട് ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ ബാക്കി 2 ബ്രേസ്ലെറ്റ് ഉണ്ട്. അങ്ങനെ ഇനി അടുത്തത് മാല. ഇതൊരു തകരാറുണ്ടല്ലോ. എന്താ 2 മാല കൈസ്. ഇതും അതേ എൻ്റെ കയ്യിൽ മിസ്സായി പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ സംഭവം എടുക്കുമ്പോൾ എനിക്ക് വൈറ്റ് അടിക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് മിസ്സിന് പോയതായിരുന്നു. എനിക്ക് ഈ കളർ മാലയാണ് കൈസ് കിട്ടിയത്. ഞങ്ങൾ 4 പേര്, ഞങ്ങൾ 4 ഗേൾസും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ, നൊസു, നഴ്സ് നീലു, പിന്നെ ചിഞ്ചേച്ചി സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ. പിന്നെ അമ്മയും വലിയമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ ഞങ്ങളാണിങ്ങനെ ചിന്തിച്ചൊരു സാധനം പൊന്തിക്കും, അപ്പോഴേക്കും ഒരാൾ ഇതെനിക്ക്, അങ്ങനെയായിരുന്നു പറയണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എടുത്തതായിരുന്നു ഇത്. ഇതാ എനിക്ക് ഈ 2 കളറാണ് കിട്ടിയത്. വേറെ നല്ല കളറും കൂടെ ഉണ്ടായിരുന്നു. സാരില്ല, മിസ്സായിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് ബ്ലൂ ഡ്രസ്സിക്കൊക്കെ ഇടാം. ഫോക്കസ് ഒന്നും ആവുക, ഇടയ്ക്ക് ഫോക്കസ് പോകുന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ അവസാനം എടുക്കാം. നേരെയുള്ള എക്സ്പ്രഷൻ സർവീസ്. അടുത്തത് ലാബെല്ലോയുടെ ലിപ് ബാമാണ്. ഇത് ചിന്തിച്ച് എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നാണ്. ഇപ്പം ഖത്തറിൽ പോയതിനു ശേഷം ഞങ്ങൾ ദുബായിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ചിന്തിച്ച് മറക്കാതെ കൊണ്ടുവന്നൊരു സാധനമാണ് ലാബെല്ലോയുടെ ലിപ് ബാം. ഇത് പോമഗ്രാനറ്റ് ആണ് ഫ്ലേവർ. ഇത് ചെറിയാണ്. ചെറി ഫ്ലേവറുണ്ട്, പോമഗ്രാനറ്റും ഉണ്ട്. 2 ലിപ് ബാം. ഇപ്പം ഈ വീട്ടിൽ കുറേ ലാബെല്ലോയുടെ ലിപ് ബാം കേസ് പാപ്പം വരുമ്പോഴും കൊടുക്കുന്നുണ്ടായിരുന്നു ലാബെല്ലോയുടെ. അത് കഴിഞ്ഞിട്ട് പലാസോ കൊടുക്കുന്നുണ്ട്. അതും അതെ ചിന്തിച്ച് വിടാതെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പലാസോകൾ. ഇതിങ്ങനെ ഒരു പലാസോ. ഇത് പലാസോ എന്ന് പറയാൻ പറ്റില്ല. തുമ്പത്ത് ഇങ്ങനെ ഒരു എലാസ്റ്റിക് പോലെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലൂ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഗൈസ്. അടുത്തത് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇന്ത്യയായിരുന്നു. അതിൽ എൻ്റെയും നീലുൻ്റെയും മിക്സ്ഡ് ആണ് ഗൈസ്. ഇതൊരു ഗ്രീൻ കളറാണ് പലാസോ. ഇത് നല്ല ലൂസ് പലാസോ. കുറേ പൂക്കളും ഇലകളും ചെടികളും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറെ കളർ ഇത് എനിക്കല്ല കേട്ടോ. ഇത് എനിക്കല്ല തോന്നുന്നു. ഇതിൽ ഏതോ നീലും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് നല്ല രസമുണ്ടാണ്. അല്ല, ഈ ഇതിലത്തെ ഒരു ഒണിയൻ പിങ്ക് കളർ വെച്ചിട്ട് ക്രോപ്പ് ടോപ്പ് വെച്ചിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും ഇതാണ്. അപ്പോൾ അത് പിന്നെ അഗെയിൻ ഒരു പാൻറ്റും കൂടെ ഉണ്ട്. പലാസ എല്ലാ പാൻറ്റാണ് ഗൈസ്. കണ്ടോ, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഗ്ലൂ മെറ്റീരിയൽ. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഞാൻ തീരെ വയർക്കുന്നില്ല കേട്ടോ. കണ്ടെൻ്റെ മുഖമൊക്കെ അത് എൻ്റെ സ്കിൻ ഗ്ലോയി ആവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ചേച്ചി വരുമ്പോൾ എന്നെ വിളിച്ച എന്തോ ഇടയ്ക്കിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പോൾ വീഡിയോ കോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടാളിനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. സോ ആ സർപ്രൈസ് എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സർപ്രൈസാണ് ഗൈസ് ഒരു ലോഡ് കമ്മലുകൾ എന്ന് വെച്ചാൽ എനിക്കൊരു പ്രാന്താണ്, എനിക്കൊരു ക്രേസാണ് കമ്മലുകൾ എന്ന് വെച്ചാൽ. എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനമാണ് എനിക്ക് ഈ കമ്മലുകൾ. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചിന്തിച്ച് കൊടുക്കുന്നതാണ് ഗൈസ്. കുറേ ഉണ്ട്, ടീനി കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റഡുകളാണ്, കുറേ സ്റ്റഡ് ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് സ്റ്റഡ് പൊന്നേച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ വരണേക്കാട് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് ഇഷ്ടപ്പെട്ട ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തുറന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടോ, എന്തുമാതിരി ആ ചൂടെടുക്കുന്നേ.
നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ അത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, പക്ഷേ അങ്ങനെ ചോദിക്കാത്ത എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ വേണ്ടി ഓക്കെ. അപ്പോൾ ഇത് അടുത്തത് ഹൂപ്സാണ്. അതിലത്തെ കുറച്ച് എവിടെ പോയി എനിക്കറിയില്ല, പൊന്നിച്ച് എടുത്തു പോകുന്നുണ്ടായിരുന്നു. ഇതാ നല്ല ഭംഗിയുള്ള ഹൂപ്സാണ് കേട്ടോ. ഇങ്ങനത്തെ സെറ്റൊക്കെ ഞാൻ ആമസോണിൽ ഒരു സമയത്ത് എല്ലാവരും വാങ്ങുന്നൊരു ടൈമായിരുന്നു. ഇതാ ഇതും കൂടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ അതിൻ്റെ ചങ്കിരി വീണ് ലൂസായി പോയതാണ്. സോ ഈ ഒരു സെറ്റ് ഉണ്ട്. അതുപോലെ വേറെ ഒരെണ്ണം കൂടെ, ഇതും ഹൂപ്സ് തന്നെയാണ്. കണ്ട കണ്ട നല്ല ഭംഗിയുള്ള, ഇതിൽ കുഞ്ഞി ഹൂപ്സുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറച്ച് ഷേപ്പുകളൊക്കെ ആയിട്ട്, ആ ഷേപ്പിൻ്റെ പേര് ഞാൻ മറന്നു, അതാ ഞാൻ പിന്നെ തെറ്റായിട്ട് പറയണ്ടല്ലോ വിചാരിച്ച്. അടുത്തത് ഗൈസ് ഇതാ വരുന്നു. അടുത്തത് ഞാൻ ഇന്ത്യയിലൊക്കെ ചെയ്യും. ഇതാ കണ്ടോ, ഇതിൽ ഡ്രീം ക്യാച്ചറിൻ്റെ പോലത്തെ ഹാങ്ങിങ് ഇയറിങ്സും വരുന്നുണ്ട്. മേലെ 3 സ്റ്റഡും വരുന്നുണ്ട്. 3 ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് വരുന്നത് കേട്ടോ. 3 ഡ്രീം ക്യാച്ചർ ടച്ച് വരുന്നതാണ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കൂട്ടത്തിൽ. ഇത് കുറച്ച് ഇൻഡോ വെസ്റ്റേൺ ലുക്കുള്ള ഇയറിങ്സ് ആണ്. കണ്ടോ, അതിൻ്റെ മോഡൽ തന്നെ വ്യത്യാസമുണ്ട്. ഇടുമ്പോൾ തന്നെ നമ്മൾ ഈ സംഭവം ഹോളിൽ കൂടെ കയറ്റിയിട്ട് പിന്നെ അടിയിൽ കൂടെ ജോയിൻ ചെയ്യുക, ആ ഒരു രീതിയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇയറിങ്സിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുന്ന ഇയറിങ്സിൽ അതിന് വേറെ സ്റ്റഡ് ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് വാങ്ങണേന് അങ്ങനെ ഉണ്ടാവില്ല. സ്റ്റഡ് ഇയറിങ്സിന് മാത്രമേ ബാക്കിൽ ആ ചങ്കിരി ഉണ്ടാവുള്ളൂ. ഇതിൽ ചങ്കിരിയൊക്കെ ഉണ്ട്. ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഗൈസ് അധികം ഫോക്കസ് ആവാത്ത. അവിടെ എഴുതി കാണിക്കുന്നുണ്ട് മോർ ലൈറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇത് പിന്നെ വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ട് ഇതുപോലത്തെ. ഇത് കുറച്ചുകൂടി വലുതാണ് ഈ ഒരു പർപ്പിള്. ഇതും ഏകദേശം ഒരു ഡ്രീം ക്യാച്ചർ ടച്ച് വരുന്നതാണ് കേട്ടോ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഈ ഞാത്തി ഇടുന്ന ഇയറിങ്സിന് വരെ ഇതുണ്ട്, ആ ചങ്കിരി ഉണ്ട് കേട്ടോ. ക്യൂട്ട്സ്. ഓക്കെ, ഇനിയുണ്ട്. ഇനി ഒരുപാട് മോതിരങ്ങൾ കൂടുന്നുണ്ടായിരുന്നു. മോതിരങ്ങളും സ്റ്റക്കാവുണ്ടല്ലോ. ഓക്കെ, മോതിരങ്ങളും എന്താ പറയുക, ഇതുപോലെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഞങ്ങൾ എനിക്കത് ആ രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഗൈസ്. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി നല്ല ചന്തമുള്ള മോതിരങ്ങളാണ് കേട്ടോ. ഇത്ര നല്ല ഭംഗിയുള്ള മോതിരങ്ങൾ ഖത്തറിലുണ്ട് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എല്ലാതും കൂടെ ഇട്ടാൽ അതിൻ്റെ ഭംഗി അറിയില്ല. അതുകൊണ്ട് പിന്നെ ആദ്യം ഈ 2 ഇതാ കുറേ ഉണ്ട് കേട്ടോ. സോ ഇത് 2 ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ അടുക്കി പേർക്കി വെക്കണം, എടുത്ത് വെക്കണം. അതാണ് കുറച്ച് പണിയായിട്ടുണ്ടാവുക. ഞാൻ 4 വീതം ഇടാം, അല്ലെങ്കിൽ ഇന്നൊന്നും ഇത് ഇട്ട് കാണിച്ചു തരാൻ തീരില്ല. അപ്പം അതുകൊണ്ട് 4 ഞാൻ സത്യം പറഞ്ഞൊരു മോതിരം ഫാനല്ല ഗൈസ്. ഞാൻ മോതിരമൊന്നും തീരെ ഇടാത്തൊരു സാധനമാണ്. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകും. പണ്ട് ഒരു 5-6 വയസ്സുള്ളപ്പോൾ അച്ഛമ്മേനൊക്കെ ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകും. എൻ്റെ അച്ഛമ്മേനെ ഊറ്റലാണ് എൻ്റെ പണി. അതെന്താ വെച്ചാൽ മെയിനായിട്ട് ഇതുപോലെ കുറേ ജ്വല്ലറികളാണ് ഞാൻ അന്നും വാങ്ങിക്കൂട്ടിയായിരുന്നു. മോതിരങ്ങൾ എന്ന് വെച്ചാൽ കുറേ കല്ല് വെച്ചിട്ടുള്ള മോതിരം, കല്ല് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മറ്റേ സിനിമയിൽ മഹാറാണിമാരൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമയിലൊക്കെ അങ്ങനെയാണ്. നിറച്ച് സ്റ്റോണാവും. അങ്ങനത്തെ ഒക്കെ ഇട്ട് നടക്കാനാണ് എനിക്കിഷ്ടം. അതൊക്കെ ഒരു കാലമായിരുന്നു ഗൈസ്. ഞാൻ വളരെയധികം എൻ്റെ ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്നു. ഞാൻ മാത്രമല്ല എല്ലാവരും മിസ് ചെയ്യുന്നു അറിയാം. ഫോക്കസ് ആവും ഗൈസ്. ഞാൻ വേറെ ക്യാമറയിൽ ഇട്ടപ്പോൾ സെറ്റായി. ഒരു ബട്ടർഫ്ലൈ, പിന്നെ സിമ്പിളായിട്ടുള്ളത് ഒരു റിങ്, ഒരു റൗണ്ട്, പിന്നെ ഗൈസ് അതാണ് അടുത്തത്. ഞാൻ വേർതിരിക്കുന്നു. ഞാനൊന്ന് പോയി മുഖം തുടയ്ക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ തുടയ്ക്കാത്തത് ഗൈസ്. മുഖമൊക്കെ തുടച്ചു. ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് പോയി ഗൈസ്. ഇവിടെ തുണിയൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല തുടയ്ക്കുക. ഇത് എന്ത് തീരെ ഫോക്കസ് ആവാത്തത്, എന്തോ എവിടെ ഒരു തകരാറ്. നമുക്ക് അടുത്ത റൗണ്ട് റിങ് കാണാം. ഞാൻ 4 വീതം ഇടുന്നുണ്ട് ഗൈസ്. ഇതിനേക്കാളും നല്ല അടിപൊളി ലുക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെല്ലാവരും കൂടെ എടുക്കുമ്പോൾ ഞാൻ സ്വാർത്ഥത കാണിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും കൂടെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മളെടുത്ത് കണ്ട. ഇപ്പം നല്ലോണം ഫോക്കസ് ആവുണ്ടല്ലോ. നല്ല 4 റിങ്ങുകളുണ്ട്. ഇതിൻ്റെ വലുത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് കൊള്ളില്ല. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ചെറിയ വിരലിലിട്ടുകൊണ്ടാണ് ഇങ്ങനെ വലുതായിട്ട് തോന്നുന്നത്. പിന്നെ ഒരു സ്ക്വയർ, പിന്നെ ഇങ്ങനെയൊരു സംഭവം. ഇനിയിപ്പോൾ കുറേ നാളത്തേക്കുള്ള മോതിരങ്ങളായി. ഇനിയുണ്ട്. ഇതെൻ്റെ ഭയങ്കര ഇഷ്ടമായൊരു റിങ്ങായിരുന്നു.
കണ്ട ഇതിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കുറേ ആയി കാണുന്നു. ഒരു ബട്ടർഫ്ലൈ ആണ് ഗൈസ്, സുന്ദരിയായ ഒരു ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ Where are you going? Where are you going? പിന്നെ 2 ബ്ലാക്ക് മെറ്റലിൻ്റെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് മെറ്റലിൻ്റെ നമ്മൾ നോർമലായിട്ട് കിട്ടുന്ന പോലത്തെ ഒക്കെ തന്നെ, പക്ഷേ റോസ് ഗോൾഡൊക്കെ കിടു സാധനങ്ങളായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മാലകളാണ്. മാലകളും ഗോൾഡ് കളറിലുള്ള മാലകളാണ്. അതൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കി ഞാൻ കൊടുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കാണ് പണിയാവുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുന്നു കേട്ടോ. ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് റിങ് ഉണ്ട്, അത് വെച്ചിട്ട് സെറ്റാക്കിയാലേ ശരിയാവുള്ളൂ. അത് ഞാൻ പിന്നെ എപ്പോഴേലും കാണിച്ചു തരാം. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു ഇത്. ഞാൻ വേറെയും ബ്രേസ്ലെറ്റ് എടുത്ത് വേറെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടാവും. ഉണ്ണികളുടെ കവറിൽ പെട്ടു തോന്നുന്നുണ്ട് ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതൊരു ബ്രേസ്ലെറ്റാണ്, പക്ഷേ എനിക്ക് ഇത് ചോക്കർ പോലെ ഉപയോഗിക്കാം. കാരണം ഇത് നല്ല വലുതാണ്, കുറച്ച് വലുതാണ്. ഇനി അടുത്ത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണ്, കാണിച്ചു തരാം. ഇതുപോലത്തെ മാല ഞാൻ മീഷോന്ന് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്യണം വിചാരിച്ചു. പിന്നെ വേണ്ട, അത് പറ്റിക്കും ഗൈസ് തന്നെ, കളറൊക്കെ പോയതാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്യാതിരുന്നു. ഇതെന്താ ഇനി അടുത്തത്? ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചേ. ഇങ്ങനത്തെ ഫുൾ ബട്ടർഫ്ലൈകൾ വന്നിട്ട് അതിപ്പോൾ ഈ കഴുത്തേക്ക് ഒരു ഭംഗിയില്ല. കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കുന്ന കഴുത്തൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇട്ടാൽ നല്ല രസമുണ്ടാവും. ബട്ടർഫ്ലൈസാണ് ഗൈസ്, കണ്ടോ? ഓക്കെ, ഞാനിത് അപ്പം തന്നെ കവറിലാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കാണ് പണി കിട്ടും. നല്ല ക്യൂട്ട് സിബ്ലോക്ക് ബാഗ്സ് ആണ്. ഇതെങ്ങനെ ഇത് സെയിം ഈ സെയിം മാല ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കളർ പോകുന്ന ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇങ്ങനെ സെയിം മാല തന്നെ കണ്ടുള്ളത്. കുറച്ച് ഇറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ മേലെ കുറച്ച് ബീഡ്സ് വന്നിട്ട് താഴെ ഇതുപോലൊരു കുട്ടി ഹാർട്ട് ആണ് വന്നിട്ടുള്ളത്. സോ അതാണ് അടുത്ത മാല. ഇനിയും എൻ്റെ സാധനങ്ങളിൽ എന്തൊക്കെയോ മാലയും ബ്രേസ്ലെറ്റും എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ട്. അത് ഉണ്ണികൾക്കും എല്ലാവർക്കും വെച്ചിട്ടുള്ള കവറിൽ ഉണ്ടാകാനാണ് ചാൻസ്, വേറെ എവിടേക്കും പോയില്ല. അത് തപ്പിപ്പിടിച്ച് നിൽക്കുമ്പോൾ ശരിയാക്കണം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പറയും. ഇതുപോലെ നിങ്ങൾക്കും ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്താ പറയുക, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു ടോപ്പ് ചിഞ്ചേച്ചിട്ട് തന്നെയാണ് കേട്ടോ. ചിഞ്ചേച്ചിക്ക് ഇടാൻ വേണ്ടി വാങ്ങിയത്. പക്ഷേ അത് ഭയങ്കര ചെറുതായിരുന്നു. അതുകൊണ്ട് ഇത് എനിക്ക് കൊള്ളും. അതുകൊണ്ട് എനിക്കിത് ചിഞ്ചേച്ചി തന്നു. കാല് ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. ടാറ്റാ.